CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 ആണ്ട്. കോടിയേരിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത ഇനിയും മറികടക്കാൻ കുടുംബത്തിന് മാത്രമല്ല CPIM-നും ആയിട്ടില്ലെന്ന് വേണം പറയാൻ. കർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ നയതന്ത്രജ്ഞതയുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു കോടിയേരി. വിടർന്ന ചിരിയുടെ കൊടിവെച്ച മുഖമായിരുന്നു എന്നും കോടിയേരി ബാലകൃഷ്ണന്. പാർട്ടിക്കും സർക്കാരിനും ഇടയിലെ പാലം, ആവലാതികൾക്കിടയിലെ മധ്യസ്ഥൻ, വെല്ലുവിളികളെ സൗമ്യമായി നേരിട്ട ചിരി കൊടി അടയാളമാക്കിയ കോടിയേരിക്കാലം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അണികളും അനുഭാവികളും സഹയാത്രികരും ആഗ്രഹിക്കുന്ന കാലം. രാഷ്ട്രീയ ചൂടിൽ ത്രസിക്കുന്ന കണ്ണൂർ തട്ടകത്തിൽ നിന്നാണ് നാടിന്റെ പേര് തന്നെ സ്വന്തം പേരിന് പകരം വയ്ക്കാവുന്ന തലത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളർന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സജീവമായി. ഒടിയൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ ഇന്നത്തെ SFIയുടെ ആദ്യ രൂപമായ KSFന്റെ യൂണിറ്റ് സ്കൂളിൽ ആരംഭിച്ച് അതിന്റെ സെക്രട്ടറിയായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം. രാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്ന് 10ാം ക്ലാസ്സിന് ശേഷം വീട്ടുകാർ തുടർന്നു പഠിക്കാൻ അയക്കാതെ ചെന്നൈയിലേക്ക് അയച്ചു. അവിടെ ചിട്ടി കമ്പനിയിൽ 2 മാസം ജോലി ചെയ്തു. തിരിച്ചെത്തിയ ശേഷം മാഹി മഹാത്മാഗാന്ധി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. 1970 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 1970 തന്നെ ഈങ്ങയിൽപീഡിയ ബ്രാഞ്ച് സെക്രട്ടറിയും. ഇക്കാലയളവിൽ മാഹി മഹാത്മാഗാന്ധി കോളേജ് യൂണിയൻ ചെയർമാനായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 തിരുവനന്തപുരത്ത് SFIയുടെ രൂപീകരണ സമ്മേളനത്തിലും പങ്കെടുത്തു. 1973 കോടിയേരി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതേ വർഷം തന്നെ SFI സംസ്ഥാന സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1979 വരെ SFI സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നു. ഇതിനിടെ 1975 അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം സെൻട്രൽ ജയിലിൽ തടവുകാരനായി. ജയിൽ ജീവിതത്തിനിടെയാണ് പിണറായി വിജയനുമായി അടുത്ത സൗഹൃദമുണ്ടായത്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും കോടിയേരി പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 മുതൽ 1982 വരെ DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി. 1988 ആലപ്പുഴയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സമിതി അംഗമായി. 1990 മുതൽ 95 വരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇത്രയും ചെറിയ പ്രായത്തിൽ മറ്റൊരു ജില്ലാ സെക്രട്ടറി മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം. 1995 കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. തുടർന്ന് 2008 കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ അദ്ദേഹം മരണം വരെ PBയിൽ അംഗമായി തുടരുകയായിരുന്നു. 54-ാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതും മറ്റൊരു റെക്കോർഡ്. പിണറായി വിജയന് പിന്നാലെ 2015 ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2015 ഫെബ്രുവരി 23-നാണ് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയായി ആദ്യമായി സ്ഥാനമേറ്റത്. 2018 കണ്ണൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലും 2022 കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിലും വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, അഖിലേന്ത്യാ കിസാൻ സഭാ മെമ്പർ തുടങ്ങിയ നിലകളിൽ കൃഷി അനുബന്ധ സംഘടനാ രംഗത്തും കോടിയേരി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മുതൽ ജനമൈത്രി പോലീസ് വരെ കോടിയേരിയുടെ പരിഷ്കാരങ്ങളായിരുന്നു. പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാർ പോലീസിനെ ഭരിക്കുന്ന രീതി വിട്ട് പോലീസിനെ ജനങ്ങളോട് അടുപ്പിക്കാനാണ് കോടിയേരി എന്നും ശ്രമിച്ചത്. പോലീസുകാർക്ക് ആദ്യമായി ഔദ്യോഗിക മൊബൈൽ ഫോൺ കണക്ഷൻ നടപ്പാക്കിയതും കോടിയേരിയുടെ കാലത്തായിരുന്നു. അങ്ങനെ ഭരണമേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോടിയേരി എന്ന മഹാനായ നേതാവിന് സാധിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ തൊപ്പിയിൽ ജനകീയതയുടെയും ആധുനീകരണത്തിന്റെയും പൊൻതൂവൽ ചാർത്തിയായിരുന്നു കോടിയേരിയുടെ കാലഘട്ടം. കേരളത്തിൽ CPMന്റെ വളർച്ചയിലും അധികാര ആരോഹണത്തിലും നിർണായക പങ്ക് വഹിച്ചയാളാണ് ഓർമ്മയായത്. സമാനതകളില്ലാത്ത വിവാദങ്ങളിൽപ്പെട്ട് CPM എന്ന പാർട്ടി ഉലയുമ്പോൾ കോടിയേരി എന്ന കരുത്തന്റെ അഭാവം ഏറെ തെളിഞ്ഞു കാണുന്നുണ്ട്. വഴിവിട്ട വഴികളിൽ നിന്നും പാർട്ടിയെ നേർവഴി നയിക്കുവാൻ, പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങളെ തടുക്കുവാൻ സ്നേഹധനനായ ആ ധീര സഖാവിന്റെ അഭാവം ഇന്ന് പാർട്ടി അറിയുന്നുണ്ട്. ഒരു സേനാധിപന്റെ അഭാവം. അതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന യാഥാർത്ഥ്യവും.